മുഖത്തെ ചർമ്മത്തെ തിളക്കം കൂട്ടുന്നതിന് വേണ്ടി ഇനി നിങ്ങൾ പുറത്തു പോയിട്ട് ബ്ലീച്ച് ഒന്നും ചെയ്യണ്ട. വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചർമ്മത്തെ തിളക്കം കൂട്ടാൻ കഴിയുന്നതും നല്ലപോലെ ഗ്ലോ നൽകാനും നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന അടിപൊളി ബ്ലീച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. പറമ്പിൽ കാണുന്ന പപ്പായ മതി കേട്ടോ ഈ ഒരു ബ്ലീച്ച് തയ്യാറാക്കുന്നതിന്. ഈ ഒരു ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടും. അത്രമാത്രം റിസൾട്ട് നൽകാൻ കഴിയുന്ന ഒരു ബ്ലീച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബ്ലീച്ച് ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾ തന്നെ ഞെട്ടും, ഉറപ്പാണ് കേട്ടോ. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ ഒരു ബ്ലീച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇപ്പം നിങ്ങൾ കല്യാണ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് തലേന്ന് ഒരു ദിവസം മുന്നേ നിങ്ങൾ ഈ ഒരു ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചർമ്മം നല്ല പോലെ ഒരു ബ്രൈറ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടും ഒക്കെ നിർത്താനായിട്ട് സാധിക്കും. ഇപ്പം പുറത്ത് പോയിട്ട് വലിയ വില കൊടുത്ത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ടാണ് ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് കിട്ടുന്നത്. ഉള്ള ദോഷങ്ങളൊന്നും നമ്മുടെ ചർമ്മത്തിന് ഒരിക്കലും ഉണ്ടാകില്ല. ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് പല ദോഷങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഈ ഒരു ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ചർമ്മത്തിന് ഉണ്ടാകില്ല. ചർമ്മം നല്ല പോലെ നിറം നൽകാനും ചർമ്മത്തിന്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കി നല്ല ഗ്ലോ സ്കിൻ നേടിയെടുക്കാനായിട്ട് ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് സാധിക്കും. എന്താണെന്നുള്ളത് പറയാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണാം. അതിലേക്ക് നമുക്കൊന്ന് പോകാം. അത് ചെയ്തിട്ടുള്ള ലൈവ് റിസൾട്ടും കാണണ്ടേ, നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പായ കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു ബ്ലീച്ചാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങളിപ്പം കല്യാണ ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ദിവസം മുന്നേ നിങ്ങൾ ഈ ഒരു ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം ഫേഷ്യൽ ചെയ്തതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അടിപൊളി റിസൾട്ട് നൽകുന്ന ആ ഒരു ബ്ലീച്ച് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അരച്ച പപ്പായ, ചെറിയ പപ്പായ ആണെങ്കിൽ അതായത് നമ്മൾ ഓമയ്ക്ക ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നല്ല കുമ്പഴുപ്പനായിട്ടുള്ളത് വേണം. കുമ്പഴുപ്പൻ അല്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല. അതിലുള്ള തന്നെ വെള്ളം, അതായത് നമ്മുടെ പപ്പായയ്ക്ക് അത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ നല്ലതുപോലെ അരയണം. കാരണം ചെറിയ പീസാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. വലിയ വലിയ പീസായിട്ട് ഇടുകയാണെങ്കിൽ അരയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നിങ്ങൾ അരയ്ക്കാനായിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ നല്ലതുപോലെ അരച്ച പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ അരയണം കേട്ടോ, ഒരു കട്ട പോലും കാണാനായിട്ട് പാടില്ല. അരച്ച പപ്പായ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് ചേർക്കേണ്ടത്. റോസ് വാട്ടർ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുകയാണ് ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഇതാണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ടത് ഒരു ഞാൻ കാണിക്കാം. തോനെയൊന്നുമില്ല, ഇത്രയും കേട്ടോ, ഇത്രയും ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അധികം തോനെ ഇടാൻ പാടില്ല. അതായത് ഒരു 2-3 പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. അപ്പോഴത്തേക്ക് അത് പതയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ രീതിയിൽ പത വന്നുകൊണ്ടല്ലോ, അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കണം. തൈരും നമ്മുടെ പപ്പായയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി കിട്ടണം. അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സ് ആക്കുകയാണ്. കാരണം തൈരിന് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നല്ലതുപോലെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് ചേരണം. അങ്ങനെ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 മുറി നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സ് ആക്കുക. ഈ ഒരു ബ്ലീച്ച് നിങ്ങളുടെ ചർമ്മം ബ്ലീച്ച് ചെയ്യുമ്പോൾ
നിങ്ങളുടെ മുഖത്തെ എത്ര നിറക്കുറവിനെയും തുടച്ചു മാറ്റാനായിട്ട് സാധിക്കും. ഞാനിവിടെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തെ നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് വരുത്താതിരിക്കാനും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. ഇത്രയും ഇതുണ്ട്, ഇപ്പോൾ വീഴുന്ന കാണാം, ഇത്രേ ഇടാവുള്ളൂ. അതായത് നമ്മൾ തുള്ളിക്കണക്കിന് പറയുകയാണെങ്കിൽ 6 തുള്ളി മാത്രം മതി ഗ്ലിസറിൻ. അതിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ നമ്മുടെ ബ്ലീച്ച് തയ്യാറായിട്ടുണ്ട്. ഇതേ പരുവത്തിലായിട്ട് ഇരിക്കണം നമ്മുടെ ബ്ലീച്ച്. എന്നാൽ കട്ടിയാവാനും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ലൂസ് ആവാനുമായിട്ടും പാടില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു ബ്ലീച്ച് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടും ഒക്കെ ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ. ഞാനിത് നേരത്തെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിത് കുറച്ച് നേരം വെക്കാം. നിങ്ങൾക്കിപ്പം ഫേസിലേക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചെടുത്തിട്ട് ചെവിയുടെ പുറവശത്ത് തേച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉണ്ടാക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഫേസിലേക്ക് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഫേസിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ മുന്നേ ചെയ്തിട്ട് എനിക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫേസിലേക്ക് ഡയറക്റ്റ് ഇട്ടത്. നിങ്ങൾക്ക് ഇപ്പം മറ്റുള്ള എന്തെങ്കിലും ബ്ലീച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഫേസിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് കൈകളിലും കാലുകളിലേക്കും ഒക്കെ ഇടാം. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം വെച്ച് ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. ഇതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ റിസൾട്ട് കണ്ടോ ആ ഒരു ബ്ലീച്ച് ചെയ്തിട്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലീച്ച് ചെയ്യണം. നല്ല മാറ്റം കിട്ടും കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും ഇത് തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം 3 ദിവസം ഈ ഒരു ബ്ലീച്ച് ചെയ്തിട്ട് 3 ഡേയ്സോളം സോപ്പോ ക്രീമോ ഒന്നും ഉപയോഗിക്കരുത്. സ്കിന്നിന് ഫ്രീ ആയിട്ട് വേണം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. എങ്ങനെയാണ് ബ്ലീച്ച് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കണ്ടല്ലോ. നിങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഫാസ്റ്റ് റിസൾട്ട് അല്ലയോ കിട്ടിയത്. ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യത്തിൽ നിന്ന് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുമ്പോൾ മറ്റുള്ള ദോഷങ്ങളൊക്കെ ഒന്നും നമ്മുടെ ചർമ്മത്തിന് വരില്ല. കെമിക്കൽ പരമായിട്ടുള്ള ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങൾ വരും. ഈ ഒരു ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ദോഷങ്ങളോ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് വരില്ല. ഈ ഒരു ബ്ലീച്ച് ചെയ്തതിന് ശേഷം 3 ഡേയ്സോളം സോപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. ഈ ഒരു ബ്ലീച്ച് ചെയ്തതിന് ശേഷം 3 ഡേയ്സ് വരെയും നിങ്ങൾ സോപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിക്കാതിരുന്നാൽ ഈ ഒരു ബ്ലീച്ച് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ ഒരു ബ്ലീച്ച് ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കണേ. ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.